ഹലോ. ജസ്ന മരിയ ജെയിംസിനെ പത്തനംതിട്ടയിൽ നിന്ന് കാണാതായിട്ട് ഈ വരുന്ന മാർച്ച് 22-ന് 6 വർഷം തികയും. 2018 മാർച്ച് 22-നാണ് ബന്ധു വീട്ടിലേക്കെന്നും പറഞ്ഞിറങ്ങിയ ജസ്ന കാണാതാകുന്നത്. 2ാം വർഷം ബികോം വിദ്യാർത്ഥിനിയായിരുന്നു ആ കുട്ടി. അന്നത്തെ ദിവസത്തിന് ശേഷം വീട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കളോ പോലീസോ ക്രൈംബ്രാഞ്ചോ CBI ആരും ജസ്നയെ കണ്ടിട്ടില്ല. ആ കുട്ടി എവിടെയുണ്ട് എന്നതിനെപ്പറ്റി ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ശക്തമായ തെളിവുകളുടെയും സൂചനകളുടെയും അഭാവത്തിൽ അന്വേഷണം നിർത്തുകയാണ് എന്ന് കാണിച്ച് CBI ക്ലോഷർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന 1000 ചോദ്യങ്ങളുണ്ട്. ജസ്ന ആരോടൊപ്പമാണ് പോയത്? ജസ്ന ഒറ്റയ്ക്കാണോ പോയത്? അഥവാ ആരുടെയെങ്കിലും പ്രലോഭനത്താലോ പ്രേരണയാലോ പോയതെങ്കിൽ ആ വ്യക്തി ആരാണ്? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളെപ്പറ്റി ഉറ്റ മിത്രങ്ങൾക്കോ വീട്ടുകാർക്കോ ആർക്കും അറിയാത്തതെന്ത്? അഥവാ അങ്ങനെ ഒരു വ്യക്തിയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ജസ്നയുടെ മൊബൈലിൽ അതിനെപ്പറ്റി ഒരു തെളിവും ലഭിക്കാത്തതെന്ത്? അഥവാ അയാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഇങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് CBI അന്വേഷണം അവസാനിപ്പിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പുരോഗതി ഇല്ലാതിരുന്നതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലും വലിയ പുരോഗതിയൊന്നും കാണാനുണ്ടായിരുന്നില്ല. അതിന് ഏറ്റവും വലിയ പ്രശ്നമായി നിന്നത് ജസ്ന മൊബൈൽ ഫോൺ എടുക്കാതെ പോയതാണ്. ജസ്ന അത് മറന്നു വെച്ചിട്ട് പോയതാണോ അതോ മനഃപൂർവ്വം എടുക്കാതെ പോയതാണോ എന്ന് ഉറപ്പില്ല. അഥവാ ആരുടെയെങ്കിലും പ്രേരണയാൽ പോയതാണെങ്കിൽ അത് മനഃപൂർവ്വം എടുക്കാതെ പോകാനാണ് സാധ്യത. എന്തായാലും അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനിടെ ഡിസംബർ 2020 അന്വേഷണ ഉദ്യോഗസ്ഥൻ, അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന പത്തനംതിട്ട സൂപ്രണ്ട്, പത്തനംതിട്ട SP KG സൈമന്റെ സ്റ്റേറ്റ്മെന്റ് ചില സംശയങ്ങൾ ഉണർത്തി. അദ്ദേഹം പറഞ്ഞത് ജസ്നയുടെ തിരോധാനത്തെപ്പറ്റി ചില കാര്യങ്ങൾ അറിയാമെന്നും എന്നാൽ അവ സെൻസിറ്റീവ് ആയതിനാൽ റിവീൽ ചെയ്യാൻ പറ്റില്ലെന്നുമാണ്. ഈ സ്റ്റേറ്റ്മെന്റ് പലരും സംശയങ്ങൾ ഉണർത്തി. മതപരിവർത്തനവും ലവ് ജിഹാദും ഒക്കെ പലരും ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ വരാൻ തുടങ്ങി. 2021 PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജസ്നയുടെ തിരോധാനത്തിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്നും ഇതിൻ്റെ പിന്നിൽ മുസ്ലിം വിഭാഗങ്ങളാണെന്ന് കാണിച്ച് സംഘപരിവാറും ചില ക്രിസ്ത്യൻ സംഘടനകളും പ്രചരണം നടത്തുന്നുണ്ടെന്നും പറഞ്ഞ് പരാതി നൽകി. എന്നിട്ടും ഇത്തരം പ്രചാരണങ്ങളും തീർന്നില്ല. ജസ്നയുടെ തിരോധാനത്തെപ്പറ്റി ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. ക്രൈംബ്രാഞ്ചിന് ശേഷം കേസ് CBIയിലേക്ക് വന്നു. ഇന്ത്യയിലെ ടോപ്പ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി. CBIക്കപ്പുറം ഇന്ത്യയിൽ വേറെ ആരുമില്ല. CBI ഒരു കേസ് അന്വേഷണം നടത്തി വിജയിക്കാതെ വന്നാൽ അത് ഏൽപ്പിക്കാൻ മറ്റൊരു ഏജൻസി ഇന്ത്യയിലില്ല. അപ്പോൾ CBI ഈ ക്ലോഷർ റിപ്പോർട്ട് നൽകുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു ഏജൻസിയും അന്വേഷിക്കാൻ ഇല്ല എന്നാണ് അതിനർത്ഥം. ഇന്ന് മുൻ DGP ടോമിൻ തച്ചകരി പറഞ്ഞതനുസരിച്ച് ചില സൂചനകൾ കിട്ടുകയാണെങ്കിൽ, ശക്തമായ തെളിവുകളോ എന്തെങ്കിലും സൂചനകളോ കിട്ടുകയാണെങ്കിൽ CBIക്ക് അന്വേഷണം തുടരാൻ സാധിക്കും. ഈ ക്ലോഷർ റിപ്പോർട്ട് എന്നത് ഒരു ഫോർമാലിറ്റി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും CBI കേസ് അന്വേഷണം ഏറ്റെടുത്ത ശേഷം തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നൊരു കോൾ വന്നു. അവിടെ പോക്സോ തടവുകാരനായിരുന്ന ഒരു പ്രതി താൻ മുൻപ് കൊല്ലം ജയിലിലായിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പത്തനംതിട്ടക്കാരനായ ഒരു മോഷ്ടാവിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ് ഫോൺ ചെയ്ത് അറിയിച്ചത്, പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അത് അയാൾ പറഞ്ഞതനുസരിച്ച് ഈ പത്തനംതിട്ടക്കാരൻ മോഷ്ടാവിന് ജസ്നയുടെ തിരോധാനത്തെപ്പറ്റി, ജസ്നയുടെ മിസ്സിങ്ങിനെ പറ്റി അറിയാം എന്നാണ് അയാൾ CBIയോട് പറഞ്ഞത്. എന്നാൽ ഈ മോഷ്ടാവിനെ പറ്റി അന്വേഷിച്ചെങ്കിലും അയാളെ CBIക്ക് കിട്ടിയില്ല. അയാൾ ഒളിവിൽ പോയി. അതിനെ തുടർന്ന് CBI ഇപ്പോൾ കരുതുന്നത് അത് വെറും കെട്ടിച്ചമച്ച കഥയാണ്. ആ മോഷ്ടാവ് കെട്ടിച്ചമച്ച കഥയാവാനാണ് സാധ്യത എന്നാണ് CBIയുടെ അനുമാനം. ഇപ്പോൾ CBI ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കുറേയധികം ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽപ്പുണ്ട്. അതിനുള്ള ഉത്തരമൊന്നും നമ്മൾ സാധാരണക്കാർക്കോ ഇൻഫാക്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ മാതൃഭൂമി മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ അവസാനം അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത്, സംഭവത്തിൽ മതപരിവർത്തനം നടന്നു എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് കൊടുക്കണം.
അതിന് തക്കതായ തെളിവുകളില്ല, അതിനാൽ മതപരിവർത്തനം നടന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ്. നിങ്ങൾ ഇതേ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാകും, പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതേ ആംഗിളിലാണ് ചിന്ത പോയിരിക്കുന്നത്. മതപരിവർത്തനം നടന്നു എന്ന ആംഗിളിലാണ് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇനി മതപരിവർത്തനത്തിന്റെ ആംഗിൾ അല്ലെങ്കിൽ മതപരിവർത്തനം നടന്നു എന്ന് ചിന്തിക്കാത്തവർക്ക് പോലും ആ വഴിയിലേക്ക് ചിന്തിക്കാൻ തോന്നിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മുൻ DGP ആയ ശ്രീ ടോമിൻ ജെ തച്ചങ്കരി നൽകിയിരിക്കുന്നത്. കാരണം ഇവിടെ മതപരിവർത്തനം നടന്നില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരിക്കൽ സത്യം പുറത്തു വരുമെന്നും ജസ്ന മടങ്ങി വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നോ സീക്രട്ട് ക്യാൻ റിമെയിൻ ഹിഡൻ ഫോർ എവർ. ഇറ്റ് സൈലന്റ്ലി awaits in the darkness to be revealed one day. ഒരു രഹസ്യവും എല്ലാ കാലത്തേക്കും മറഞ്ഞിരിക്കില്ല. അത് അന്ധകാരത്തിലായിരിക്കാം, പക്ഷേ സത്യത്തിൻ്റെ വെളിച്ചം അതിന്മേൽ പതിക്കുമ്പോൾ നമുക്ക് ആ രഹസ്യം വെളിവാകുക തന്നെ ചെയ്യും. താങ്ക് യു.